Once again, welcome back to KCS Classes. KCS Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA 5th സെമസ്റ്റർ എക്സാംസ് നവംബർ 5th സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ സീരീസ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി കോർ പേപ്പേഴ്സ് ആയിട്ടുള്ള നമ്പർ 1 ഇൻകം ടാക്സ്, ദെൻ ബിസിനസ് റിസർച്ച് മെത്തേഡ്സ്, അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റ്, ഈ 3 സബ്ജക്ട്സിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരാണെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ ഒരു വീഡിയോയിൽ ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള കുട്ടികളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഈ ഒരു സബ്ജക്റ്റിൻ്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഏതൊക്കെയാണ് essay ചാപ്റ്റേഴ്സ്, ഏറ്റവും കൂടുതൽ മാർക്സ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഏരിയാസ് ഏതൊക്കെയാണ്, എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം, ജസ്റ്റ് ഒന്ന് പാസ്സാകണമെങ്കിൽ ഫോളോ ചെയ്യേണ്ട ഏരിയാസ് ഏതൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് കാണാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം BCom BBA സ്റ്റുഡൻസിന് ഓൺലൈനായിട്ട് എക്സാം ഓറിയൻറ്റഡ് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ 5th സെമസ്റ്ററിലെ 3 പ്രോബ്ലം പേപ്പേഴ്സ് ആയിട്ടുള്ള ഇൻകം ടാക്സ്, അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ദെൻ BBA സ്റ്റുഡൻസിൻ്റെ ഇൻകം ടാക്സ്, ഈ സബ്ജക്ട്സിൻ്റെ ഒക്കെ ക്ലാസ്സസ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുമ്പോൾ നമുക്ക് ആദ്യം കാണാനുള്ളത് സിലബസ് ഡീറ്റെയിൽസ് ആണ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആസ് യൂഷ്വൽ 5 മൊഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ബേസിക്സ് ആണ്. തിയറി മാത്രമാണ് അവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. നമുക്ക് essay വരാറുണ്ട്, 2 മാർക്സ് ചോദ്യം, 5 മാർക്കിൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 17 മാർക്സ് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഫസ്റ്റ് ചാപ്റ്റർ ബേസിക്സ്, തിയറി മാത്രം. അപ്പോൾ നിങ്ങളതിനെ വെറുതെ എഴുതി തള്ളരുത്. തിയറി മാത്രമല്ലോ എന്ന് വിചാരിച്ചിട്ട് പലരും അത് പ്രോപ്പറായിട്ട് പഠിക്കാറില്ല. ദെൻ സെക്കൻഡ് മൊഡ്യൂള് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ. essay 2 മാർക്സ്, 5 മാർക്സ്, 3 പാർട്ടുള്ള ചോദ്യങ്ങൾ. നമുക്ക് എന്തായാലും essayക്ക് ഒരു പ്രോബ്ലം പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഷുവർ essay ആണ്. സാധാരണ ഇപ്പോൾ വരുന്നത് 4 essay ചോദ്യത്തിൽ 2 പ്രോബ്ലംസും 2 തിയറി ചോദ്യങ്ങളാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫിനാൻസിങ് ഡിസിഷൻ 2 and 5 മാർക്സ് ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ വരുന്ന മൊഡ്യൂൾ. ദെൻ ഡിവിഡൻഡ് ഡിസിഷൻ, ദെൻ ലാസ്റ്റ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്. അപ്പോൾ എല്ലാവരും ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യം, കുറച്ച് പഠിച്ച് നമുക്ക് എങ്ങനെ പാസ്സാകാൻ സാധിക്കും, അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ലാസ്റ്റ് മൊമെൻറ്റിൽ ഏതൊക്കെ മൊഡ്യൂൾസിലോട്ട്, ഏരിയയിലോട്ട് ഫോക്കസ് ചെയ്യണം. സോ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഫസ്റ്റ് മൊഡ്യൂൾ ഞാൻ നേരത്തെ പറഞ്ഞു തിയറി മാത്രമാണ്. അത് കുറച്ച് മാത്രമേ ഉള്ളൂ. ഉള്ള ഏരിയാസ് നിങ്ങൾ മുഴുവനായിട്ട് പഠിക്കുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു 2 മാർക്സിൻ്റെ ഒരു ചോദ്യം എന്തായാലും ഉണ്ടായിരിക്കും, 5 മാർക്കിൻ്റെ ഒരു ചോദ്യം തിയറിക്ക് എപ്പോഴും വരാറുണ്ട്, ഒരു essay വരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഒരു 17 മാർക്സ് വരെ ഈ പറയുന്ന ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ലിവറേജും ആണ്. സോ ഈ 2 ടോപ്പിക്സിൻ്റെയും പ്രത്യേകത, ഷുവർ ക്വസ്റ്റ്യൻസ് ഒരുപാട് വരും. 5 മാർക്കിൻ്റെ പ്രോബ്ലം, കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ നിന്ന് പ്രോബ്ലം വളരെ ഈസിയസ്റ്റ് ആയിട്ട് നമുക്ക് ഫോർമുല പഠിച്ച് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന കോസ്റ്റ് ഓഫ് ഡെറ്റിൻ്റെ കാൽക്കുലേഷനൊക്കെ ഒരെണ്ണം എന്തായാലും പ്രതീക്ഷിക്കാം. ലിവറേജിൽ നിന്ന് 2 മാർക്സിൻ്റെ മിനിമം 2 or 3 ചോദ്യങ്ങൾ തിയറിക്ക് ഉണ്ടാവും, ചിലപ്പോൾ ഒരു പ്രോബ്ലം ഉണ്ടാവും, 5 മാർക്കിൻ്റെയും പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് നമുക്ക് 5 മാർക്സ് 2 മാർക്സ് കിട്ടുന്ന ഏരിയാസ് ആണ് ഈ പറയുന്ന ലിവറേജും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും. നമുക്കത് പഠിച്ചാൽ തന്നെ ഒരു എന്താ പറയുക, താല്പര്യം സബ്ജക്റ്റിനോട് കൂടുകയും ചെയ്യും. ക്വിക്കായിട്ട് നമ്മുടെ ഏരിയാസൊക്കെ കവർ ചെയ്യാനും സാധിക്കും. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ തിയറിക്ക് ശേഷം നിങ്ങൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ലിവറേജും പഠിക്കുക. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ പാസ് മാർക്കിൻ്റെ അടുത്ത് എത്തി, അതിനേക്കാൾ കൂടുതൽ അവിടെ കിട്ടി. 5 മാർക്കിൻ്റെ 2 ചോദ്യങ്ങൾ മിനിമം കിട്ടും ഈ 2 ടോപ്പിക്സിൽ നിന്നും. തിയറി അവിടെ വരുന്നു. നമുക്ക് പാസ്സാകാൻ കൂടിയിട്ട് വേണ്ടത് 35 മാർക്കാണ്. ഈ പറയുന്ന 3 ടോപ്പിക്ക് നോക്കിയാൽ തന്നെ 25നേക്കാൾ കൂടുതൽ കിട്ടി. ഇൻറ്റേർണൽ അപ്പുറത്തെ 20 ഒരു മിനിമം 10 കിട്ടിയാൽ തന്നെ നിങ്ങളവിടെ പാസ്സായി എന്നുള്ളതാണ്. പിന്നെ ഹൈ സ്കോറിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ബാക്കിയുള്ള ഏരിയാസ് പിടിച്ചാൽ സൂപ്പർ. ഓക്കെ, സോ അതിനുശേഷം നിങ്ങൾ ഈ പറയുന്ന ഷുവർ essay ചോദ്യം എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനാണ്. അത്യാവശ്യം ലെങ്തി ആണ്, പഠിക്കാനുണ്ട്, അത് നോക്കുക. ദെൻ പിന്നെ ഡിവിഡൻഡ് ഡിസിഷൻ, വർക്കിംഗ് ക്യാപിറ്റൽ, ഈ രീതിയിൽ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പാസ്സാകണമെങ്കിൽ മിനിമം ഫോക്കസ് ചെയ്യേണ്ടത്
ഫസ്റ്റ് ചാപ്റ്റർ ബേസിക് തിയറി, ദെൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ലിവറേജ്, അപ്പോൾ തന്നെ പാസ് മാർക്കിനുള്ളത് എത്തി. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ്റെ ഏരിയയിലോട്ട് പോകുക, ദെൻ ഡിവിഡൻഡ് ഡിസിഷൻ, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്. ഇനി നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് നമുക്ക് ഫസ്റ്റ് പാർട്ടിലെ 15 ചോദ്യങ്ങൾ, അതിൽ തിയറി മിക്കതൊരു 12-13 തിയറിയും 2 പ്രോബ്ലംസും കുഞ്ഞിത് വരാറുണ്ട്. അത് ചിലപ്പോൾ കോസ്റ്റ് ഓഫ് ഡെറ്റിൻ്റെ കാൽക്കുലേഷനോ അതല്ലെങ്കിൽ ലിവറേജിൻ്റെയോ വരാറുണ്ട്. ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഈ പാർട്ട് 1ൻ്റെ പ്രത്യേകത എല്ലാ ചാപ്റ്ററിലെയും ഡിറക്റ്റ് ചോദ്യങ്ങൾ എന്താണെന്നുള്ള ചോദ്യങ്ങളാണ് വരാറ്. അപ്പോൾ നിങ്ങൾ 5 മൊഡ്യൂളിലെയും ഡിറക്റ്റ് ക്വസ്റ്റ്യൻസ് കുറച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾ പാസ്സായിരിക്കും, ചിലപ്പോൾ പാസ് മാർക്കിൻ്റെ അടുത്ത് കിട്ടും. അത് ഞാൻ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ വീഡിയോസിൽ ഡീറ്റെയിൽഡ് ആയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്, അത് കാണാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ചാപ്റ്റർ വൈസ് ഡീറ്റെയിൽസിലോട്ട് പോകാം, ഓരോ ചാപ്റ്ററിൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, പിന്നെ ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഒരു ബുക്ക് കിട്ടി ആ ഓർഡറിൽ അങ്ങോട്ട് പഠിച്ചു പോരുത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്മാർട്ട് സ്റ്റഡിയാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഈ സബ്ജക്റ്റിനോട് താല്പര്യം വരാൻ വേണ്ടിയിട്ടുള്ള ഏരിയാസ് ആദ്യം നോക്കുക, അത് പാസ് മാർക്കിനുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് നൽകണം, അതിനുശേഷം ഡിഫിക്കൽട്ടായിട്ടുള്ള ഏരിയാസിലോട്ട് പോകാം. സോ ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ പറഞ്ഞു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ബേസിക്സ് ആണ്. അപ്പോൾ എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്? 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ നിർബന്ധമായി നോക്കണം. ദെൻ അതിനുശേഷം നമുക്ക് ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗ് എന്താണെന്നുണ്ട് 2 മാർക്കിൻ്റെ നോക്കാം. പിന്നെ നമുക്ക് എസ്സേക്ക് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നതാണ് എക്സ്പ്ലെയിൻ ദി നേച്ചർ, അതുപോലെ തന്നെ ഫങ്ഷൻസ് ആൻഡ് സ്കോപ്പ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. 10 മാർക്കിൻ്റെ എസ്സേയിട്ട് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു ചോദ്യമാണ്. അപ്പോൾ വീണ്ടും വരുമെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്, തിയറി 5 മാർക്കിൻ്റെയും പ്രതീക്ഷിക്കാം, ഷുവറായിട്ട് പഠിച്ചിരിക്കണം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അതിൻ്റെ ഫങ്ഷൻസ് ഉണ്ട്. ദെൻ ഈ ഫങ്ഷൻസിൽ പറയുന്ന കാര്യങ്ങളാണ് നമുക്ക് മറ്റ് ചാപ്റ്ററുകളിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളത്. അതിലുള്ള പല ടേമുകളും നമുക്ക് 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ പ്രതീക്ഷിക്കാം. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്താണ്, ഫിനാൻസിങ് ഡിസിഷൻ എന്താണ്, ഡിവിഡൻഡ് ഡിസിഷൻ എന്താണ്, ലിക്വിഡിറ്റി ഡിസിഷൻ എന്താണ്, ഇതൊക്കെ നമുക്ക് 2 മാർക്കിൻ്റെ ചോദ്യത്തിലും പ്രതീക്ഷിക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ചോദ്യവും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. സോ ഇതാണ് പറയാനുള്ള മറ്റൊരു കാര്യം. ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, അത് നോക്കിയിരിക്കണം. ഫസ്റ്റ് ചാപ്റ്ററിലുള്ള തിയറി മൊത്തം നോക്കുക, ഏതെങ്കിലും ഒരു ചോദ്യങ്ങൾ മാറിയിട്ടാണ് ഇവരിടാറ് സാധാരണ. പിന്നെ നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്താണ്? വെൽത്ത് മാക്സിമൈസേഷൻ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, വാല്യൂ മാക്സിമൈസേഷൻ. ഈ 3 ടേമുകളും നിർബന്ധമായും പഠിക്കുക. ഇതിലേതെങ്കിലും ഒരെണ്ണം 2 മാർക്കിൻ്റെ പലപ്പോഴും വരാറുണ്ട്. വെൽത്ത് മാക്സിമൈസേഷൻ കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ പ്രാവശ്യവും ഒബ്ജക്റ്റീവ്സിലുള്ളതാണ്. അപ്പോൾ അതിൽ വെൽത്ത് മാക്സിമൈസേഷൻ ആണല്ലോ ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 3 നോക്കിയിരിക്കണം. അപ്പോൾ ഇതാണ് നമുക്ക് ആദ്യത്തെ ചാപ്റ്ററിലെ ബേസിക്സിൽ പറയാനുള്ള എന്താണ് FM എന്നുള്ളത് നോക്കുക, അതിൻ്റെ നേച്ചർ, സ്കോപ്പ്, ഫങ്ഷൻസ്, ഒബ്ജക്റ്റീവ്സ് നോക്കുക. ഈ ഡിസിഷൻസ് സെപ്പറേറ്റ് എടുത്ത് പഠിക്കും വേണം കേട്ടോ. ഒബ്ജക്റ്റീവ്സ് എന്തെങ്കിലും പഠിച്ചിരിക്കണം. പിന്നെ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ വെൽത്ത്, വാല്യൂ, പ്രോഫിറ്റ്, ഇതിൻ്റെ കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം നമുക്ക് ഈ ചാപ്റ്ററിൽ ലാസ്റ്റ് ഏരിയയിൽ കാണാൻ സാധിക്കുന്നത് ടൈം വാല്യൂ ഓഫ് മണീനെ പറ്റിയുള്ള കാര്യങ്ങളാണ്. എന്താണ് ടൈം വാല്യൂ ഓഫ് മണി, അതെന്താണെന്നുള്ളതിൻ്റെ തിയറി നോക്കാം. പ്രസൻറ്റ് വാല്യൂ എന്താണ്, ഫ്യൂച്ചർ വാല്യൂ എന്താണ്, ഇതൊക്കെ എന്താണെന്നുള്ളത് നോക്കാം. then അതിൻ്റെ പ്രോബ്ലം അതൊക്കെ നിങ്ങൾ ലാസ്റ്റ് നോക്കിയാൽ മതി. ചിലപ്പോൾ മാത്രമേ വരാറുള്ളൂ, കണ്ടുവരുന്നത് വളരെ കുറവാണ്, ചിലപ്പോൾ മാത്രം. അപ്പോൾ നിങ്ങളെല്ലാം നോക്കിയതിന് ശേഷം ഫസ്റ്റ് ചാപ്റ്ററിൽ ഈ ടൈം വാല്യൂ ഓഫ് മണിയുടെ വരെ നോക്കി അതിനുശേഷം ലാസ്റ്റ് ഏരിയയിലോട്ട് പോയാലും മതി. FMൻ്റെ ബേസിക്സ് ആദ്യം തന്നെ നിങ്ങൾ പഠിച്ച് അവസാനിപ്പിക്കുക, അതാണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യം. ഓക്കെ, ഇപ്പോൾ ടൈം വാല്യൂ ഓഫ് മണി എന്താണ്, അതിൻ്റെ കൺസെപ്റ്റ്, പ്രസൻറ്റ് വാല്യൂ, അതുപോലെ തന്നെ ഫ്യൂച്ചർ വാല്യൂ, ഇതൊക്കെ എന്താണെന്നുള്ളതിൻ്റെ തിയറി നോക്കി പോയിക്കോളും. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് മൊഡ്യൂൾ നമ്പർ 1. മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 2. ഞാൻ പറഞ്ഞു ഏറ്റവും ലെങ്തി ആയിട്ടുള്ളതും എസ്സേക്ക് ഷുവറായിട്ട് പ്രതീക്ഷിക്കുന്ന ഒരു പ്രോബ്ലം, 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ, 5 മാർക്കിൻ്റെ 3 പാർട്ടിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ചോദ്യങ്ങളുള്ളതാണ് ഈ പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുന്ന മൊഡ്യൂൾ നമ്പർ 2. സോ ഇതിലെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്താണ്, 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ എല്ലാ പ്രാവശ്യവും വരാറുള്ളതാണ്. എന്താണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. ദെൻ അതിനുശേഷം ഇതിൽ മെയിനായിട്ട് ഇത്രയാണ്, മെത്തേഡ്സ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ ടെക്നിക്സ്, ഇതാണ് ഈ ചാപ്റ്റർ. സോ ഇത് വേണമെങ്കിൽ തിയറി ആയിട്ട് ചോദിക്കാം, ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് മെത്തേഡ്സ്, ട്രഡീഷണൽ മെത്തേഡ്സ്, മോഡേൺ മെത്തേഡ്സ്. അപ്പോൾ ഓരോ മെത്തേഡ്സിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ചോദ്യം ചോദിക്കാം. അതല്ലെങ്കിൽ
ഓരോ മെത്തേഡ്സ് സെപ്പറേറ്റ് എന്താണെന്ന് ചോദിക്കാം. ഇപ്പോൾ ട്രഡീഷണൽ മെത്തേഡ്സിലാണ് നമുക്ക് പേ ബാക്ക് പീരീഡ് മെത്തേഡ്, അതുപോലെ തന്നെ ARR, പിന്നെ മോഡേൺ മെത്തേഡിലാണ് NPV, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്, ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ, NTV. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ARR എന്താണ്, NPV എന്താണ്, അപ്പോൾ എന്താണെന്ന് എഴുതിയിട്ട് അതിൻ്റെ ഫോർമുലയും നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കണം. 2 മാർക്ക് മുഴുവൻ ലഭിക്കും. ഇതിന് അത് മാത്രമല്ല, ഇതിൻ്റെ പ്രോബ്ലംസ് ഏതെങ്കിലും ഒരെണ്ണം 5 മാർക്കിൻ്റെ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ SAക്ക് കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് നമുക്ക് SA വരുന്നത് NPV, IRR ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് SAക്ക് വരുന്നത് 2 വർഷമായിട്ട്. അതിനേക്കാൾ മുമ്പ് സാധാരണ പേ ബാക്ക് പീരീഡിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. സിമ്പിളായിട്ടുള്ളതല്ല, അതല്ലാണ്ട് ബുക്കിൻ്റെ ഏറ്റവും പുറകെ നമുക്ക് കാണാൻ സാധിക്കുന്ന ടൈപ്പ് ചോദ്യമുണ്ട്, കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ട് പേ ബാക്ക് പീരീഡിൻ്റെ, അതാണ് വരാറ്. ഓക്കെ, അപ്പോൾ പേ ബാക്ക് പീരീഡോ അതല്ലെങ്കിൽ ഈ പറയുന്ന NPVയോ IRRോ ഇതിലേതെങ്കിലും നമുക്ക് മാറി മാറി SAക്ക് പ്രതീക്ഷിക്കാം പ്രോബ്ലമായിട്ട്. പിന്നെ 5 മാർക്കിൻ്റെ പലപ്പോഴും ARR അതുപോലെ തന്നെ പേ ബാക്ക് പീരീഡും വരാറുണ്ട്, 5 മാർക്സിൻ്റെ പ്രോബ്ലം ആയിട്ടും വരാം. ഓക്കെ, എന്ന് പറഞ്ഞാൽ 2 മാർക്കിൻ്റെ ഈ പറയുന്നത് ഏതെങ്കിലും ഒരെണ്ണം എന്താണെന്ന് ചോദിക്കാം. 5 മാർക്കിൻ്റെ പ്രോബ്ലത്തിൽ പേ ബാക്ക് പീരീഡ്, ARR അതുപോലെ തന്നെ NPV ഇതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. SAക്ക് പേ ബാക്ക് പീരീഡിൻ്റെ ഫുൾ പ്രോബ്ലം വലുത്, ദെൻ NPVയോ ARRോ അതും നമുക്ക് എന്ത് ചെയ്യാം, SAക്കും പ്രതീക്ഷിക്കാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് 3 പാർട്ടിലുള്ള ചോദ്യങ്ങളും എക്സ്പെക്ട് ചെയ്യാം. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇക്വേഷൻസ് പഠിക്കുക, ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും കേട്ടോ. NPV വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. NTV, IRR ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ എന്താണെന്നും ചോദിക്കാം, പലപ്പോഴും റിപ്പീറ്റ് ആയിട്ട് കാണാറുള്ളതാണ്. പിന്നെ ഇതിൻ്റെ മെത്തേഡ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയുള്ളൊരു ചോദ്യം വന്നാൽ അതും. പേ ബാക്ക് പീരീഡ് നിർബന്ധമായും നല്ല രീതിയിൽ പഠിച്ചിരിക്കണം. അതിൻ്റെ സിമ്പിൾ ചോദ്യമാണെങ്കിലും ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടൈപ്പില്ലേ അതും നമുക്ക് പഠിക്കാം. കാരണം അത് SAക്ക് ചോദിക്കാം, സിമ്പിളായിട്ടുള്ള 2 മാർക്കും ചോദിക്കാം. സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു ചാപ്റ്ററിൻ്റെ ഡീറ്റെയിൽസ് കേട്ടോ. മൂവിങ് ടു, അപ്പോൾ അതിൽ നിന്ന് തിയറി വരും, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്താണ്, ഈ മെത്തേഡ്സ് എന്താണ്, പിന്നെ ഓരോന്ന് എന്താണ് എന്നുള്ള ചോദ്യം. അപ്പോൾ അത് തിയറിറ്റിക്കലി എഴുതാനും അതിൻ്റെ ഫോർമുല എഴുതാനും നമുക്ക് സാധിക്കണം കേട്ടോ. മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 3. ഞാൻ പറഞ്ഞു ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഈ പറയുന്ന മൊഡ്യൂൾ നമ്പർ 3 ഫിനാൻസിങ് ഡിസിഷൻ. അതിലാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അതുപോലെ തന്നെ ലിവറേജിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതിൽ എന്താണ് ഫിനാൻസിങ് ഡിസിഷൻ 2 മാർക്സിൻ്റെ പഠിക്കണം. അതിനുശേഷം കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിലോട്ടാണ് പോകുന്നത്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഫിനാൻസിങ് ഡിസിഷൻ. അതിൽ എന്താണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം, നിർബന്ധമായും പഠിക്കണം. ഇമ്പോർട്ടൻസ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഉണ്ട്. പിന്നെ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്താണ്, ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്താണ്, 2 മാർക്കിൻ്റെ തിയറി ചോദ്യം. ദെൻ പിന്നെ ഞാൻ പറഞ്ഞു പ്രോബ്ലത്തിൽ 5 മാർക്കിൻ്റെ ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കുന്നുണ്ട്. കോസ്റ്റ് ഓഫ് ഡെറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ, ഇതിലേതെങ്കിലും ഒരെണ്ണം 5 മാർക്കിൻ്റെ പ്രോബ്ലം നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അത് മാത്രമല്ല ഇത് 2 മാർക്കിനെങ്കിലും ചോദിക്കാം തിയറി ആയിട്ട്. എന്താണ് കോസ്റ്റ് ഓഫ് ഡെറ്റ്, എന്താണ് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ്, എന്താണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, അത് നമുക്ക് 2 മാർക്കിൻ്റെ തിയറി ആയിട്ടും പ്രതീക്ഷിക്കാം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രസൻറ്റ് ചെയ്യണം. അതുപോലെ ഏണിങ്സ് ഈൽഡ് മെത്തേഡ് ഈ കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയിലുള്ള സെപ്പറേറ്റ് ആണ്, അത് നോക്കണം കേട്ടോ. ദെൻ പിന്നെയുള്ളത് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ് ലാസ്റ്റ്. അപ്പോൾ അതിൽ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ റിലേറ്റ് ചെയ്തുള്ളൊരു പ്രോബ്ലം SAക്ക് ഒരു 3 വർഷമൊക്കെ മുമ്പ് സാധാരണ വരാറുള്ളതാണ്. ഒരു 2-3 വർഷമായിട്ട് ചോദിക്കാറില്ല വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത് SAക്ക്. അപ്പോൾ എന്തായാലും പഠിച്ചു വയ്ക്കുക, നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അതൊരു SAക്കുള്ള കണ്ടന്റ് ഉണ്ട്, പക്ഷേ ഒരു 3 വർഷമായിട്ട് ചോദിക്കാറില്ല. അതുപോലെ തന്നെ മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണ്, 2 മാർക്കിൻ്റെ തിയറി ഓക്കെ പഠിക്കണം. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ പറ്റിയിട്ടുള്ള പ്രോബ്ലം SAക്ക് ഒരു 3 വർഷമായിട്ട് കണ്ടിട്ടില്ല, ചോദിക്കാം, പഠിച്ചു വയ്ക്കുക. കൂടുതൽ പ്രതീക്ഷിക്കുന്നത് നമ്മൾ കോസ്റ്റ് ഓഫ് ഡെറ്റ്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ്, ഇതൊക്കെ അതിനെ റിലേറ്റ് ചെയ്തുള്ള പ്രോബ്ലംസ് ആണ്. തിയറിയും പ്രതീക്ഷിക്കാം. മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണെന്നുള്ളത് 2 മാർക്കിൻ്റെ തിയറിയും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു ഏരിയ. ഇനി നെക്സ്റ്റ് ലോങ് ടേം സോഴ്സസ് ഓഫ് ഫിനാൻസ് തിയറി ഉണ്ട്. അതിലുള്ള ടീമുകൾ വേണമെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇപ്പോൾ പ്രിഫറൻസ് എന്താണ്, ഇക്വിറ്റി എന്താണ്, അതൊക്കെ നോക്കാം.
ബട്ട് അതിനേക്കാൾ ഉപരി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് മെയിനായിട്ട് ക്യാപിറ്റലൈസേഷൻ, ക്യാപിറ്റൽ സ്ട്രക്ചർ, ഫിനാൻഷ്യൽ സ്ട്രക്ചർ, 3 കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ സിലബസിൽ ഉണ്ടെങ്കിലും റിപ്പീറ്റായിട്ട് കണ്ടുവരാറില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇതിൽ നിന്ന് ക്യാപിറ്റൽ സ്ട്രക്ചറിനെ റിലേറ്റ് ചെയ്തുള്ളത് തിയറി ആയിട്ട് ചോദിച്ചു. സാധാരണ വരാറില്ല. പ്രോബ്ലം എന്തായാലും കാണുന്നില്ല. തിയറി വരൽ വളരെ കുറവായിരുന്നു, പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടു. അപ്പോൾ ക്യാപിറ്റലൈസേഷൻ എന്താണ് 2 മാർക്കിൻ്റെ പഠിക്കണം. എന്താണ് ക്യാപിറ്റലൈസേഷൻ? ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണ്? 2 മാർക്കിൻ്റെ തിയറി. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്താണെന്നുള്ളതും 2 മാർക്കിൻ്റെ തിയറി നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞു ക്യാപിറ്റൽ സ്ട്രക്ചറിനെ പറ്റിയിട്ടുള്ള തിയറി. എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ? ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അതുപോലെ തന്നെ തിയറീസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. എസ്എക്ക് ഇതാണ് ചോദിച്ചത്, എക്സ്പ്ലെയിൻ തിയറീസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അത് സാധാരണ വരാറില്ല. കഴിഞ്ഞ പ്രാവശ്യം എന്തോ അവരിട്ടു, പക്ഷേ അപ്പുറത്തെ ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികൾ കൂടുതൽ മറ്റുള്ള ചോദ്യങ്ങളിലോട്ടാണ് എഴുതിയത്. കാരണം ഇതിൻ്റെ തിയറി എഴുതിയാൽ നമുക്ക് കിട്ടുന്ന മാർക്കിനേക്കാൾ കൂടുതൽ വേറെ ചോദ്യങ്ങൾക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെന്ന് പറയാം. അതിൽ നിന്ന് പ്രോബ്ലംസ് ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. ക്യാപിറ്റൽ സ്ട്രക്ചറിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് കുറവാണ്, പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം എസ്സേ ഇട്ടു. അപ്പോൾ നിങ്ങൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കഴിഞ്ഞാൽ നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് പോകേണ്ടത് ഇനി ഞാൻ പറയാൻ പോകുന്ന നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിലോട്ടാണ്, ലിവറേജ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ഏരിയയിലോട്ട് പോയാൽ മതി. റിപ്പീറ്റ് അല്ലാത്തതുകൊണ്ട് വരില്ല എന്നല്ല, പക്ഷേ വരവ് കുറവാണ്. ഒരു 2-3 വർഷത്തിന് ശേഷമാണ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത്. അപ്പോൾ ഇനി മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് ലിവറേജ് ആണ്. എന്താണ് ലിവറേജ്? എല്ലാം പഠിക്കണം. ലിവറേജ് എന്താണ്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിവറേജ്. അതിൽ ഓപ്പറേറ്റിംഗ് ലിവറേജ്, കമ്പൈൻ ലിവറേജ്, ഫിനാൻഷ്യൽ ലിവറേജ്, 3ഉം എന്താണെന്നുള്ളതിൻ്റെ തിയറി പ്രതീക്ഷിക്കാം. ദെൻ പ്രോബ്ലം ഷുവറായിട്ട് പഠിക്കണം. 2 മാർക്കിനും 5 മാർക്കിനും പ്രോബ്ലം പ്രതീക്ഷിക്കാം. ലിവറേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ലിവറേജും ഒരുമിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. എന്തായാലും 5 മാർക്ക് 2 മാർക്ക് ചോദ്യങ്ങൾ നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഏരിയാസ് ആണ് കേട്ടോ. അത് ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ്, ഡിഗ്രി ഓഫ് കമ്പൈൻ ലിവറേജ് ഒക്കെ നോക്കാം. സോ ദാറ്റ്സ് അബൌട്ട് ഫിനാൻസിങ് ഡിസിഷൻ. പഠിക്കാൻ എളുപ്പം, കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ തിയറി പഠിച്ചാൽ നിങ്ങൾ നേരെ ഈ പറയുന്ന ടോപ്പിക്സിലോട്ട് കടന്നോളൂ. ഇനി നെക്സ്റ്റ് മൊഡ്യൂൾ നമ്പർ 4 ആണ് ഡിവിഡൻഡ് ഡിസിഷൻ. അപ്പോൾ ചിലപ്പോൾ എസ്സേക്ക് ഇടാം, അതല്ലെങ്കിൽ 2 and 5 മാർക്സ് ചോദ്യങ്ങളാണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. സോ ഇതിലെന്താണ് ഡിവിഡൻഡ് ഡിസിഷൻ? 2 മാർക്കിൻ്റെ ചോദ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിതിൽ ഡിവിഡൻഡിൻ്റെ തിയറീസാണ്, പല മോഡൽസാണുള്ളത്. ഒരു എസ്സേക്ക് വേണമെങ്കിൽ ഒരു പ്രോബ്ലം ഇടാം. വാട്ടേഴ്സ് മോഡലുണ്ട്, അതുപോലെ തന്നെ MM മോഡലുണ്ട്, ഗോർഡൻ മോഡലുണ്ട്. ഒരു 2-3 മോഡൽസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രോബ്ലം നമുക്ക് 10 മാർക്കിൻ്റെ വേണമെങ്കിൽ ഇടാം. ചോദിക്കാറുണ്ട്, കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഡിവിഡൻഡിൽ പല തരത്തിലുള്ള ഡിവിഡൻഡ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം 2 മാർക്കിൻ്റെ ചോദിക്കാറുണ്ട്. ക്യാഷ് ഡിവിഡൻഡ്, സ്റ്റോക്ക് ഡിവിഡൻഡ്, സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്താണ്? 2 മാർക്കിൻ്റെ ചോദ്യം. റിപ്പീറ്റ്, സ്റ്റോക്ക് സ്പ്ലിറ്റ്, സ്ക്രിപ്റ്റ് ഡിവിഡൻഡ്, ബോണ്ട് ഡിവിഡൻഡ്, പ്രോപ്പർട്ടി ഡിവിഡൻഡ്. ഇതിലേതെങ്കിലും ഒരെണ്ണം 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ റിപ്പീറ്റാണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. പിന്നെ ഡിവിഡൻഡ് പോളിസി എന്താണ്? ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡിവിഡൻഡ് പോളിസി, തിയറി ചോദിക്കാം, റിപ്പീറ്റ് അല്ല. കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതിൽ നിന്ന് ഡിവിഡൻഡ്, പിന്നെ തിയറീസ് ഓഫ് ഡിവിഡൻഡ് ഉണ്ട്, അതിലത്തെ പ്രോബ്ലംസ് നോക്കാം. പിന്നെ പ്രോബ്ലം നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം 5 മാർക്കിൻ്റെ എസ്സേക്ക് ഒരെണ്ണം ഡിവിഡൻഡിൻ്റെ. പിന്നെ ടൈപ്സ് ഓഫ് ഡിവിഡൻഡിൽ ഏതെങ്കിലും ഒരെണ്ണം 2 മാർക്സിൻ്റെ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡിവിഡൻഡ് പോളിസി, എക്സ്റ്റേണൽ ഇൻറ്റേർണൽ, അത് നോക്കി വെച്ചോളൂ കേട്ടോ. തിയറി ആയിട്ട് വേണമെങ്കിൽ ഒന്ന് മാറ്റി പിടിക്കാൻ ചാൻസസ് ഉണ്ട് അവിടെ. അപ്പോൾ എന്തായാലും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ഡിവിഡൻഡിൻ്റെ തിയറീസിനെ റിലേറ്റ് ചെയ്തുള്ള ഒരു പ്രോബ്ലം, വാട്ടേഴ്സ് മോഡൽ, ഗോർഡൻ മോഡൽ, MM, പിന്നെ 2 മാർക്കിൻ്റെ ഏതെങ്കിലും ഒരു തിയറി, പിന്നെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡിവിഡൻഡ് പോളിസി. സോ ദാറ്റ്സ് അബൌട്ട് നമുക്ക് റെസിജ്വൽ ഡിവിഡൻഡ് പോളിസി. 2 മാർക്കിൻ്റെ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. പലതരത്തിലുള്ള ഡിവിഡൻഡ് പോളിസിയിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കാം. സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി, ഇറഗുലർ ഡിവിഡൻഡ് പോളിസി, റെസിജ്വൽ ഡിവിഡൻഡ് പോളിസി, നോ ഡിവിഡൻഡ് പോളിസി. ഇതിലേതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരെണ്ണം ചോദിച്ചൊരു ചോദ്യമാണ് റെസിജ്വൽ ഡിവിഡൻഡ് പോളിസി എന്താണ്? പെട്ടെന്ന് കണ്ടപ്പോൾ ഓർമ്മിച്ച് പറഞ്ഞതാണ് കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് മൊഡ്യൂൾ നമ്പർ 4. മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 5, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്. നിങ്ങളിത് അവസാനം മാത്രം പഠിക്കാൻ പാടുള്ളൂ ഈ ഒരു മൊഡ്യൂൾ. കാരണം ലെങ്തിയാണ് വരുന്ന ചോദ്യങ്ങൾ ഉണ്ട്, പക്ഷേ ആ ലെങ്തിനനുസരിച്ചുള്ള ചോദ്യങ്ങൾ വരില്ല.
അതുകൊണ്ട് തന്നെ നിങ്ങൾ അവസാനം പഠിച്ചാൽ മതി വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്. സോ എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്? 2 മാർക്കിൻ്റെ നമുക്ക് തിയറി പ്രതീക്ഷിക്കാം. പിന്നെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും 2 മാർക്കിൻ്റെ എപ്പോഴും വരുന്നതാണ് കൺസെപ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. അതിൽ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്, പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്, ഇതൊക്കെ 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ എല്ലാ പേപ്പറിലും മാറി മാറി വരുന്നതാണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, ദെൻ പിന്നെ ഡിറ്റർമിനൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലാണ് നോക്കാം. തിയറിക്ക് വേണമെങ്കിൽ 5 മാർക്കിൻ്റെ വേണമെങ്കിൽ പിടിക്കാം. കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ പല കാര്യങ്ങളാണ് കണ്ടുവരുന്നത്. പിന്നെ കാൽക്കുലേഷൻ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ മെഷർമെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലാണ്. അത് നമുക്ക് എസ്സേക്ക് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചില്ല, കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ്. എസ്റ്റിമേഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് നമ്മളൊരു എസ്സേക്കുള്ളൊരു പ്രോബ്ലം ആയിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിൽ നിന്ന്. ഇത് മാത്രമാണ് എസ്സേക്ക് നമ്മൾ പ്രോബ്ലം പ്രതീക്ഷിക്കുന്നത്, എസ്റ്റിമേഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ്. നിർബന്ധമായും പഠിച്ചു വയ്ക്കുക, പ്രതീക്ഷിക്കുക കേട്ടോ. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. പ്രോബ്ലം എസ്റ്റിമേഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ്. തിയറി ഞാൻ പറഞ്ഞു, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ, അതുപോലെ തന്നെ എന്താണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ, അതിൻ്റെ തിയറിയും കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കണം കേട്ടോ. പിന്നെ സേഫ്റ്റി മാർജിൻ എന്താണ്, 2 മാർക്കിൻ്റെ ഒരു തിയറി ചോദ്യം ഉണ്ട്, നോക്കാം. വർക്കിംഗ് ക്യാപിറ്റലിൽ ഇപ്പോൾ ബേസിക് കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതിന് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒന്നും റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടില്ല. പിന്നെ ഇതിൽ പിന്നെ ഫാക്ടറിങ് എന്താണ്, 2 മാർക്കിൻ്റെ ചോദ്യം. പിന്നെ മാനേജ്മെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലിൽ അതിൽ ഇൻവെൻട്രി മാനേജ്മെൻറ്റിനെ റിലേറ്റ് ചെയ്തുള്ള ചോദ്യം കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യത്തിൽ എസ്സേ ചോദിച്ചാണ്. എന്താണ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ പ്രതീക്ഷിക്കാം. പിന്നെ ഇൻവെൻട്രി മാനേജ്മെൻറ്റിൻ്റെ ടെക്നിക്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എസ്സേ ചോദിച്ചത്, എക്സ്പ്ലെയിൻ ദി ടെക്നിക്സ് ഓഫ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. അതെന്തായാലും നമ്മൾ പഠിച്ചു വയ്ക്കണം, സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം. പലപ്പോഴും ഈ മാനേജ്മെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിൻ്റെ ബേസിക്സ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ളത് ഇൻവെൻട്രി മാനേജ്മെൻറ്റാണ്. അപ്പോൾ എന്താണ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ ടെക്നിക്സ് ഓഫ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ടെക്നിക്സ് ഓഫ് ഇൻവെൻട്രി കൺട്രോൾ, അതിൻ്റെ തിയറി നോക്കാം. പിന്നെ EOQ എന്താണ് പഠിച്ചിരിക്കണം കേട്ടോ, 2 മാർക്കിൻ്റെ തിയറി ചോദിക്കാം. ഡിഫറെൻറ്റ് ലെവൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിൽ ABC VED ഇതൊക്കെ എന്താണ്, 2 മാർക്ക് ABC VED പിന്നെ ജസ്റ്റ് ഇൻ ടൈം ഇതൊക്കെ എന്താണെന്ന് നോക്കണം. അപ്പോൾ ടെക്നിക്സ് ഓഫ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എസ്സേക്ക് ഒരു പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചാൽ നടന്നു 10 മാർക്കിൻ്റെ. പിന്നെ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്താണെന്നുള്ളത് 2 മാർക്കിൻ്റെ തിയറി ആയിട്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാഷ് മാനേജ്മെൻറ്റ് റിപ്പീറ്റ് അല്ല. എന്താണ് ക്യാഷ് മാനേജ്മെൻറ്റ് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അത് അപ്പാർട്ട് ഫ്രം ദാറ്റ് അങ്ങനെ കൂടുതലായിട്ട് കണ്ടു വന്നിട്ടില്ല. അപ്പോൾ ഈ പറയുന്ന വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് വലിയൊരു ചാപ്റ്റർ ആണെങ്കിലും നിങ്ങൾ പഠിക്കേണ്ടത് എന്തൊക്കെയാണ്, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്താണ്, പിന്നെ കൺസെപ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ, പിന്നെ എസ്റ്റിമേഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, അതൊരു എസ്സേക്ക് പ്രോബ്ലം പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ വർക്കിംഗ് ക്യാപിറ്റലിനെ റിലേറ്റ് ചെയ്തുള്ള തിയറി നോക്കാം. അതിനുശേഷം മാനേജ്മെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലിലോട്ട് വരുമ്പോൾ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്താണ്, ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ടെക്നിക്സ് തിയറി ചോദിക്കാറുള്ളതാണ്. പിന്നെ ഈ പറയുന്ന VED ABC ജസ്റ്റ് ഇൻ ടൈം പിന്നെ ലെവൽസ് ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇതിൽ നിന്ന് മെയിനായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ ഹോൾഡിംഗ് ഓഫ് ക്യാഷ് എന്താണ്, ക്യാഷ് മാനേജ്മെൻറ്റിൽ നമ്മൾ ഒരു പ്രാവശ്യം കണ്ടുവന്നിട്ടുള്ളതാണ്, തിയറി ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ഹോൾഡിംഗ് ഓഫ് ക്യാഷിനെ പറ്റിയിട്ട്. അത് മാത്രം ക്യാഷ് മാനേജ്മെൻറ്റ് റിപ്പീറ്റ് അല്ല, വളരെ കുറവാണ്, റിസീവബിൾസ് ഒന്നും അങ്ങനെ കണ്ടുവന്നിട്ടില്ല. സോ ദാറ്റ്സ് അബൌട്ട് ഈ ഒരു എന്താണ് മൊഡ്യൂളിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഒന്ന് സമ്മപ്പ് ചെയ്ത് പറയുകയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഫസ്റ്റ് മൊഡ്യൂള്, അതിനുശേഷം ചങ്ക് മൊഡ്യൂൾസ് ഫസ്റ്റ് മൊഡ്യൂളുണ്ട്. പിന്നെ ഫിനാൻസിങ് ഡിസിഷൻ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അതുപോലെ തന്നെ ലിവറേജ്, ക്യാപിറ്റൽ സ്ട്രക്ചർ നോക്കാം. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ഇതാണ് ഏറ്റവും കൂടുതൽ മാർക്സ് വരുന്ന ഏരിയാസ്. പിന്നെ ഡിവിഡൻഡ് ഡിസിഷൻ നിന്നും നമുക്ക് വരും, പക്ഷെ അവിടെ ഓപ്ഷൻസ് ഉണ്ട്. വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്, വർക്കിംഗ് ക്യാപിറ്റലിലെ എസ്റ്റിമേഷൻ എസ്സേക്ക് വരുന്നതാണ്. അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ബേസിക് തിയറി, അതിൻ്റെ ഫാക്ടേഴ്സ്, പിന്നെ ഇൻവെൻട്രി മാനേജ്മെൻറ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഡിവിഡൻഡ് ഡിസിഷനിൽ ഡിവിഡൻഡ് തിയറീസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിവിഡൻഡ്, അതൊക്കെ ഫോക്കസ് ചെയ്യുക. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികളെ ഞാൻ പറഞ്ഞ ഓർഡറിൽ പഠിക്കുക കേട്ടോ. ബേസിക്സ്, പിന്നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ലിവറേജ്, ക്യാപിറ്റൽ സ്ട്രക്ചർ, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ഡിവിഡൻഡ്, ദെൻ ലാസ്റ്റ്
വർക്കിംഗ് ക്യാപിറ്റൽ. ആദ്യത്തെ 3 ഏരിയാസ് നോക്കിയാൽ തന്നെ പാസ് മാർക്കിനുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ കൂടി ആയി കഴിഞ്ഞാൽ മോർ ദാൻ 65%, 70% അടുത്ത് ആയിട്ടോ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. സോ നമ്മുടെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഓൺലൈൻ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. 3 പ്രോബ്ലം പേപ്പേഴ്സിൻ്റെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. കുറച്ച് സമയം കൊണ്ട് തന്നെ എൻറ്റയർ സബ്ജക്റ്റ് നല്ല രീതിയിൽ പഠിപ്പിച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകത കേട്ടോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.